പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ 65 റെസിപ്പി. കഴുകി ക്ലീൻ ചെയ്തിരിക്കുന്ന ഒരു 600 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈരോ യോഗട്ടോ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ വീതം ചെറിയ ജീരകം ചതച്ചതും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ മറക്കരുത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം. ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 1 മണിക്കൂർ ടു 1.5 മണിക്കൂർ വെക്കാം. ഞാനിത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആണെങ്കിൽ അതായാലും മതി. ഫ്രിഡ്ജിലാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതിനുശേഷം 2.5 to 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം മസാലയൊക്കെ പറ്റി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് തന്നെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. പിന്നീട് നമ്മൾ ഈ കോട്ടിങ്ങിനുള്ള കോൺഫ്ലോർ ഒക്കെ ചേർക്കുമ്പോൾ ചിക്കനിലേക്ക് ആ മസാലയും കോൺഫ്ലോറും എല്ലാം മിക്സായി കിട്ടും. ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നല്ല കളറിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു 1 മണിക്കൂർ ടു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലെടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 തവണയായിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് തന്നെ മസാലയൊന്നും ഒട്ടും വിട്ടുപോകാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ടു ഹൈ ഫ്ലെയിം. ആദ്യത്തെ 1-2 മിനിറ്റ് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യാതിരിക്കുക. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എനിക്കൊരു 13 to 14 മിനിറ്റ് ആണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്തത്. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബൗളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചെറുതായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഗാർണിഷിങ്ങും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ കിട്ടുന്നത്. അത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ ക്രിസ്പി സോഫ്റ്റ് ചിക്കൻ 65 റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.